ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? തരിക്കഞ്ഞിയാണ് കേട്ടോ. എല്ലാവരും കേട്ടിട്ടുണ്ടോ ഇത് തരിക്കഞ്ഞിന്ന്? ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ അത്. ഇതിനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് മധുരം കഴിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് പായസത്തിന് പകരം നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സംഭവം കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതിലേക്ക് ചെറിയുള്ളിയാണ് വറവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് എടുത്തത് നോക്കാം. ഞാനിതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ആ പാലിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാധാ നമ്മുടെ ബോംബെ റവ ആണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, നമ്മൾ റോസ്റ്റ് ചെയ്ത റവയൊന്നുമല്ല, സാധാ നമ്മൾ വാങ്ങിയ റവ അതുപോലെ അങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വറവിടാൻ ഞാൻ ഇത്രയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഈ പാലൊന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് നന്നാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലിലേക്ക്. അപ്പോൾ അത് ആ പാല് ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുക്കണം. അപ്പോൾ റവയുടെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 ലിറ്റർ പാലിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 50 ഗ്രാം റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 100 ഗ്രാം റവ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കണക്ക്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം പാല് വേണം, പക്ഷേ അതിലേക്ക് ഒരുപാട് റവ ഇടരുത്, അപ്പോൾ നമുക്കത് ഉപ്പുമാവായി മാറും. അപ്പോൾ അത് കാരണം ഇതാ കണക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. 500 ml പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 250 ml വെള്ളം ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന കണക്ക് എന്താ വെച്ചാൽ 500 ml പാലിന് 50 ഗ്രാം റവ. അപ്പോൾ 1 ലിറ്റർ പാലെടുക്കുകയാണെങ്കിൽ അതിലേക്ക് 100 ഗ്രാം റവ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഈ പട്ട ഞാനിതൊന്നെടുത്ത് ഒഴിവാക്കും കേട്ടോ. അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇതെങ്ങാനും കടിച്ചു പോയാൽ നമ്മുടെ അരിക്കഞ്ഞിയുടെ ടേസ്റ്റ് എല്ലാം പോവും. അപ്പോൾ പട്ട ഒഴിവാക്കാൻ മറന്നു പോകരുത്. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും വറവിടാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തത് കാരണം ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഉള്ളി വറവിടുന്നതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും വറവിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനി നല്ലപോലെ ഇളക്കിയിടാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് ഒരുപാട് നേരം നമ്മൾ പായസം തിളപ്പിക്കുന്ന പോലെ അത്രയൊന്നും ചെയ്യേണ്ട. ഇത് നല്ലപോലെ കുറുകി വരും കേട്ടോ തണുക്കുമ്പോൾ. അപ്പോൾ തണുക്കുന്നതിന് മുന്നേ ഇത് ചൂടോടെ കഴിക്കാനാണ് ഈ ടേസ്റ്റ്. ആ ഒരു ഉള്ളിയൊക്കെ കടിച്ച് കഴിക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ എൻ്റെ തരിക്കഞ്ഞി നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഞാനിത് ഓഫാക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വറവിടാം. അപ്പോൾ ഞാൻ ചെറിയുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീ എടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് കളർ മാറ്റിയെടുക്കണം. ഒരുപാട് കരിയുകയും ചെയ്യരുത്, എന്നാൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുകയും വേണം. അത് നമുക്ക് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതാ ഇതുപോലെയൊക്കെ കളറ് മാറുന്ന സമയത്തെ ഓഫാക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഒരുപാട്. അപ്പോൾ ഇതിനി നമ്മളെ തരിക്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ.